ഈ ആഴ്ച രാജ്യത്തുണ്ടായൊരു പ്രധാനപ്പെട്ട സംഭവവികാസം എന്ന് പറയുന്നത് കർണാടകത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രിയായിരുന്ന കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായിരുന്ന നമ്മുടെ DK ശിവകുമാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ഈ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കും. അതറിയാത്തവരാരും തന്നെ ഇത് കാണുന്നുണ്ടാവില്ല എന്നെനിക്കറിയാം. അതല്ല ഇതിലെ ശരിക്കുള്ള പ്രതിപാദ്യ വിഷയം. അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാരായ ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. പരമേശ്വര എന്ന് പറഞ്ഞ മുൻ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, അദ്ദേഹം പട്ടിക സമുദായക്കാരൻ കൂടിയാണ്. പുള്ളിയാണ് ഉപമുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോലെ ഏക ഉപമുഖ്യമന്ത്രി, വേറെ ഉപമുഖ്യമന്ത്രിമാരില്ല. മുമ്പ് കേട്ടിരുന്നത് 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാവും, 3 ഉപമുഖ്യമന്ത്രിമാരുണ്ടാവും എന്നൊക്കെയാണ്. ഏതായാലും അതൊന്നുമില്ല. ഒരേ ഒരു ഉപമുഖ്യമന്ത്രിയേ ഉള്ളൂ, അത് പരമേശ്വരയാണ്. പിന്നെ കൂടെ സത്യവാചകം ചെയ്ത ആളുകളുടെ പേരും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാൾ സ്പീക്കറായിരുന്ന മലയാളിയും കൂടിയാണ്, UT ഖാദറാണ്. അദ്ദേഹം സ്പീക്കർ സ്ഥാനം രാജിവെച്ച് മന്ത്രിസഭയിൽ ചേർന്നിരിക്കുന്നു. പിന്നെ നേരത്തെ മന്ത്രിയായിരുന്ന മലയാളിയായ KJ ജോർജാണ്. പിന്നെ പ്രിയങ്ക് ഖാർഗെ, സാക്ഷാൽ മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ ആ മന്ത്രിസഭയിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഈ മന്ത്രിസഭയിലും അദ്ദേഹമുണ്ട്. പിന്നെ ഇത്തവണ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഈ സ്ഥാനം ഒഴിഞ്ഞ സിദ്ധരാമയ്യയുടെ മകനാണ്. പിന്നെ അവിടുത്തെ സാധാരണ മുനിയപ്പ എന്നൊക്കെ പറഞ്ഞ സാധാരണ കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. അതിപ്പോൾ ആലുമൂടൻ, കുഞ്ചൻ, കുതിരവട്ടം പപ്പു എന്നൊക്കെ പറഞ്ഞ പോലെ കഥാപാത്രങ്ങളുണ്ടാവും. അവരൊക്കെ വീണ്ടും മന്ത്രിസഭയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ മന്ത്രിസഭയിൽ വളരെ ശക്തമായിട്ട് വരും എന്ന് നമ്മളൊക്കെ വിചാരിച്ച, അല്ലെങ്കിൽ പൊതുവെ ആളുകൾ കരുതിയ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം വെച്ച ഒരാളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് സമീർ അഹമ്മദ് ഖാൻ എന്നാണ്. ഈ ഖാൻ അവിടുത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ആഗ്രഹിച്ചു. ഉപമുഖ്യമന്ത്രി സ്ഥാനമായാലും തരക്കേടില്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു. അതിനുവേണ്ടി ചരടുവലികൾ നടത്തിയിരുന്നു. സംസ്ഥാനത്തെ ചില പ്രമുഖ ന്യൂനപക്ഷ ഗ്രൂപ്പുകളെ കൊണ്ടൊക്കെ പുള്ളി സമ്മർദ്ദം ചെലുത്തിച്ചു. പക്ഷേ ഗതികേട് പറ്റിയെന്ന് വെച്ചാൽ മലയാള പത്രങ്ങളൊന്നും വന്നില്ല. ദേശീയ മാധ്യമങ്ങളിൽ വ്യാപകമായി ചീറിയടിച്ച ഒരു വാർത്ത, ഈ കഴിഞ്ഞ കേരള, പശ്ചിമ ബംഗാൾ, പോണ്ടിച്ചേരി, തമിഴ്നാട് തിരഞ്ഞെടുപ്പുകളുടെ കൂടെ കർണാടകത്തിലെ 2 അസംബ്ലി മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. നമ്മൾ ഈ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഇടയ്ക്ക് അത് ആരും ശ്രദ്ധിച്ചില്ല. അതിലൊന്ന് ദാവൺഗരെ സൗത്ത് എന്ന് പറഞ്ഞ മണ്ഡലമായിരുന്നു. അത് ഈ സമീർ അഹമ്മദ് ഖാൻ്റെ ഒരു സ്വാധീന മേഖലയിൽപ്പെട്ട സ്ഥലം കൂടിയാണ്. അവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഇദ്ദേഹം പരമാവധി പരിശ്രമിച്ചു എന്നുള്ളതാണ്. പുള്ളിക്ക് താല്പര്യമുള്ള ന്യൂനപക്ഷ സമുദായക്കാരനായ ഒരാളുടെ പേരാണ് സമീർ അഹമ്മദ് ഖാൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. ഈ സിദ്ധരാമയ്യ ഒരു ഭാഗത്തും പരമേശ്വര മറുഭാഗത്തും ശിവകുമാർ മൂന്നാമൊരു ഭാഗത്തും പിടിച്ച് പിടിവലിയിടുന്നതിനിടയ്ക്ക് സമീർ അഹമ്മദ് ഖാൻ്റെ നോമിനിക്ക് അവിടെ പരിഗണന കിട്ടാതെ പോയതിൽ അത്ര വലിയ അത്ഭവമൊന്നുമില്ല. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വലിയ നേതാവിൻ്റെ മകൻ്റെ മകനാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത്. പേരുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. സമീർ അഹമ്മദ് ഖാൻ ഈ സ്ഥാനാർത്ഥിയെ തീരെയും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ പരിചയക്കാരായ ആളിനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ അത്ര വലിയ ആവേശമൊന്നും കാണിക്കണ്ട, ന്യൂനപക്ഷ സമുദായക്കാരെ ബൂത്തിലെത്തിക്കാൻ വേണ്ടി കൈവിട്ട കളിയൊന്നും കളിക്കണ്ട, അതിനുവേണ്ടി കയ്യിൽ നിന്ന് കാശും ആരും ചിലവാക്കണ്ട, പകരം നമ്മുടെ സമുദായക്കാരെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ അവരോട് ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മുസ്ലിങ്ങളായ നമ്മുടേതായ രീതിയിൽ മത്സരിക്കുക, സ്ഥാനാർത്ഥികളെ നിർത്തുകയൊക്കെ ചെയ്യണം. നിങ്ങൾ സ്വതന്ത്രന്മാർക്ക് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ SDP-യുടെ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യുക, അതിന് കുഴപ്പമില്ല. നമ്മൾ വോട്ട് ചെയ്യാൻ പോയില്ല എന്നുള്ള ചീത്തപ്പേരും ഉണ്ടാവില്ല. നമ്മുടെ വോട്ട് കൃത്യമായിട്ട് SDP-ക്ക് കിട്ടുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ അത്ര വലിയ തെറ്റണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസിനെ കുറിച്ച് പൊതുവെ മുസ്ലിം സമുദായത്തിൽ നിന്ന് നേതാക്കന്മാർ പറയുന്ന ഈ പാർട്ടി കാലാകാലങ്ങളിൽ അവരെ അവഗണിക്കുന്നു എന്നാണ്. അപ്പോൾ അതേ വികാരം തന്നെയാണ് സമീർ അഹമ്മദ് ഖാൻ മന്ത്രിയായിരുന്നുകൊണ്ട് പങ്കുവച്ചത്. ഈ അഭിപ്രായം കോൺഗ്രസിൽ ഒരുമാതിരിപ്പെട്ട് ഏത് നേതാവിനോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ സമുദായത്തെ അവഗണിക്കും, നായന്മാരെ അവഗണിക്കുന്നു എന്ന് നായർ നേതാക്കന്മാർ പറയും. ഈഴവർക്ക് കോൺഗ്രസ്സിൽ യാതൊരു രക്ഷയില്ല എന്ന് ഈഴവർ പറയും. ക്രിസ്ത്യാനികൾക്ക് പണ്ട് രക്ഷയില്ല, ഇപ്പോഴും രക്ഷയില്ല എന്ന് ക്രൈസ്തവരായ നേതാക്കന്മാർ പറയും. മുസ്ലിങ്ങളുടെ കാര്യം വലിയ സങ്കടമാണ്, ഞങ്ങൾക്കുള്ള കൂടി ലീഗ് കൊണ്ടുപോകുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് അവർ പറയും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും സങ്കടക്കാരാണ്, എല്ലാവരും ദുഃഖിതരാണ്, എല്ലാവരും ആവശ്യക്കാരാണ്. പക്ഷേ ആവശ്യത്തിനനുസരിച്ച് വീതം വെക്കാനായിട്ട് സീറ്റുകളില്ല, അധികാര സ്ഥാനങ്ങളില്ല, ബോർഡുകളില്ല, കോർപ്പറേഷനുകളില്ല, മന്ത്രിസ്ഥാനങ്ങളില്ല. ഇതാണ് പ്രശ്നം.
അപ്പോൾ സമീർ അഹമ്മദ് ഖാനും പങ്കുവച്ച വികാരം ഇത് തന്നെയാണ്. പക്ഷേ ഈ വിളിച്ച് കേട്ട ആളുണ്ടല്ലോ, അഹമ്മദ് ഖാൻ്റെ കോള് അറ്റൻഡ് ചെയ്ത ആൾ, ഈ മഹാഭാവി അത് റെക്കോർഡ് ചെയ്ത് കൃത്യസമയത്ത് നാട്ടിലെമ്പാടും പാട്ടാക്കി. അതാദ്യം കോൺഗ്രസ്സിലെ ഉയർന്ന നേതാക്കന്മാർക്കൊക്കെ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ നാട്ടുകാരെയും കേൾപ്പിച്ചു. വിവിധ ചാനലുകളിലൊക്കെ ഇത് കേട്ടു. മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ്സിൽ രക്ഷയില്ല, നമ്മുടെ വോട്ട് SDPIക്ക് ചെയ്യണം എന്ന് ഇദ്ദേഹം പറയുന്നു. അതോടെ ഇത് ഒരിച്ച പുള്ളിയുടെ ചീട്ട് കീറി. അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം പോയിട്ട് വെറും മന്ത്രിയായിട്ട് പോലും എടുത്തിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കും, വിപുലീകരിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പാവത്തിനെ പരിഗണിക്കുമോ എന്നറിയില്ല. ഏതായാലും സത്യം തുറന്നു പറഞ്ഞതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് സമീർ അഹമ്മദ് ഖാൻ. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന ആളുകൾ വേറെ ഉണ്ട് കോൺഗ്രസ്സിൽ. അങ്ങനെയൊക്കെയാണ് ഈ പാർട്ടി ഇന്നത്തെ നിലയിലെത്തിയത്. അങ്ങനെ മതവും ജാതിയും സമുദായവും തിരിച്ച് മന്ത്രിമാരെ തീരുമാനിക്കും. അവരുടെ കഴിവിനും പ്രാപ്തിക്കും ഒത്ത രീതിയിലല്ല, ഇവരുടെ സാമ്പത്തിക ശക്തിയും സമുദായ പിന്തുണയും മാത്രം പരിഗണിച്ച് സ്ഥാനാർത്ഥികളാക്കിയും മന്ത്രിമാരാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ പാർട്ടിക്കും ഇതുപോലുള്ള അസുഖകരമായ അനുഭവങ്ങളുണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒന്നുകൊണ്ടും പഠിക്കില്ല, 9 കൊണ്ടും പഠിക്കില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സത്യം പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ഏറ്റവും വലിയ സൗകര്യം, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആളുകൾ പ്രതിപക്ഷത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. ജയ് ഹിന്ദ്.